Final moments of Air India Flight 171. Shortly after takeoff, the London-bound flight from India's western city of Ahmedabad struggled to take flight, then came down. Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. വീഡിയോ ദൃശ്യമായി. വൺ ലക്കി പേഴ്സൺ, ഒരു ഭാഗ്യവാനായിട്ടുള്ള വ്യക്തി. സർവൈവ് എന്നാൽ ആപത്തിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ള അർത്ഥമാണ്. അവശേഷിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആപത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുക. ഒരു ഭാഗ്യവാനായിട്ടുള്ള വ്യക്തി അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഫ്രം എയർ ഇന്ത്യ ക്രാഷ്, എയർ ഇന്ത്യ വിമാനം തകർച്ച, ആ ദുരന്തത്തിൽ നിന്നും, ആ ക്രാഷിൽ നിന്നും ഒരു ഭാഗ്യവാനായിട്ടുള്ള വ്യക്തി രക്ഷപ്പെട്ടു. ഇതാണ് തലക്കെട്ട്. The sudden and unfortunate Air India plane crash near Ahmedabad is deeply disturbing the nation. Unfortunate എന്നാൽ ദൗർഭാഗ്യകരമായ, സഡൻ എന്നാൽ അപ്രതീക്ഷിതമായ, പെട്ടെന്നുള്ള, ഇതൊക്കെയാണ് അർത്ഥം. ഈ അപ്രതീക്ഷിതമായിട്ടുള്ള, നിർഭാഗ്യകരമായിട്ടുള്ള എയർ ഇന്ത്യ പ്ലെയിൻ ക്രാഷ്, പ്ലെയിൻ തകർച്ച, നിയർ അഹമ്മദാബാദ്, അഹമ്മദാബാദിന് അടുത്ത്, ഈസ് ഡീപ്ലി ഡിസ്റ്റർബിംഗ് ദ നേഷൻ. ഡിസ്റ്റർബിംഗ് എന്നാൽ അസ്വസ്ഥത ഉണ്ടാക്കുക എന്നുള്ള അർത്ഥമാണ്. മാനസികമായിട്ട് ദുഃഖമുണ്ടാക്കുക. ദ നേഷൻ എന്നാൽ രാജ്യത്ത്. ഈ അപ്രതീക്ഷിതമായിട്ടുള്ള ദൗർഭാഗ്യകരമായിട്ടുള്ള ഈ വിമാനാപകടം, ഈ അഹമ്മദാബാദിനടുത്തുണ്ടായിട്ടുള്ള ഈ വിമാനാപകടം വളരെ അഗാധമായിട്ട് രാഷ്ട്രത്തെ ദുഃഖത്തിലായെത്തി. നോ വൺ എക്സ്പെക്റ്റഡ് ദാറ്റ്, ഒരാളും അത് പ്രതീക്ഷിച്ചിരുന്നില്ല. സച്ച് ഏവിയേഷൻ ഡിസാസ്റ്റർ, സച്ച് എന്നാൽ അത്തരത്തിലുള്ള, ഏവിയേഷൻ ഡിസാസ്റ്റർ എന്നാൽ വ്യോമയാന അപകടം, ഡിസാസ്റ്റർ എന്നാൽ അപകടം, ദുരന്തം, ഇതൊക്കെയാണ് അർത്ഥം. ഇത്തരത്തിലുള്ള ഒരു ഏവിയേഷൻ ദുരന്തം സംഭവിച്ചേക്കുമെന്ന് ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. ടേക്ക് പ്ലേസ് എന്നാൽ സംഭവിക്കുക. 242 പീപ്പിൾ വേർ ഓൺ ബോർഡ്, ആ വിമാനത്തിൽ 242 ആളുകൾ ഉണ്ടായിരുന്നു. ആൻഡ് ദി ഇനീഷ്യൽ റിപ്പോർട്ട്സ്, ഇനീഷ്യൽ എന്നാൽ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകൾ, സജസ്റ്റഡ് ദാറ്റ്, പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്, നിർദ്ദേശിക്കുന്നത് അതാണ്, നോ വൺ വുഡ് സർവൈവ്, ഒരാളും അതിജീവിച്ചേക്കില്ല, ഒരാളും രക്ഷപ്പെട്ടേക്കില്ല എന്നാണ് പ്രാഥമികമായിട്ട് പറയുന്നത്. അതായിരുന്നു പറഞ്ഞിരുന്നത്. ആ വിമാനത്തിൽ 242 ആളുകൾ ഉണ്ടായിരുന്നു. ഹവവർ എന്നാൽ ഇറ്റ് ഈസ് നൗ റിപ്പോർട്ടഡ് ദാറ്റ്, പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അതാണ്, ദർ വാസ് എ സർവൈവർ, അതിൽ ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, ഒരാൾ രക്ഷപ്പെട്ടു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സർവൈവർ എന്നാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടയാൾ. 40-year-old വിശ്വാസ് കുമാർ രമേശ്, ഇദ്ദേഹമാണ് രക്ഷപ്പെട്ടത്. ഹു ഈസ് എ ബ്രിട്ടീഷ് നാഷണൽ, സർവൈവ്ഡ് ദ ഡെഡ്ലി ക്രാഷ്, അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പൗരനാണ്. ഈ അതിജീവിച്ച, ഡെഡ്ലി ക്രാഷ് എന്നാൽ ഈ മരണഹേതുകമായിട്ടുള്ള അപകടം, ഈ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള ഈ വിശ്വാസ് കുമാർ രമേശ് ഒരു ബ്രിട്ടീഷ് പൗരനാണ്. ഹി വാസ് ട്രാവലിംഗ് ടു ലണ്ടൻ, അദ്ദേഹം ലണ്ടനിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. അലോങ് വിത്ത് ഹിസ് ബ്രദർ, അലോങ് വിത്ത് എന്നാൽ ചേർന്ന് എന്നുള്ള അർത്ഥമാണ്, കൂടെ ചേർന്ന്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ കൂടെ ചേർന്ന് അദ്ദേഹം ലണ്ടനിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. വിശ്വാസ് കുമാർ വാസ് സീറ്റഡ് ഓൺ 11A ആൻഡ് ഹിസ് ബ്രദർ ഇൻ എ ഡിഫറെൻറ്റ് റോ. വിശ്വാസ് കുമാർ വാസ് സീറ്റഡ്, വിശ്വാസ് കുമാർ ഇരുന്നിരുന്നത് ഓൺ 11A, ഈ പറഞ്ഞിട്ടുള്ള സീറ്റിലായിരുന്നു അദ്ദേഹം ഇരുന്നിരുന്നത്. ആൻഡ് ഹിസ് ബ്രദർ, അദ്ദേഹത്തിൻ്റെ സഹോദരൻ, ഇൻ എ ഡിഫറെൻറ്റ് റോ, മറ്റൊരു ഇതരമായിട്ടുള്ള ഒരു വരിയിലായിരുന്നു, ഒരു നിരയിലുള്ള സീറ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഇരുന്നിരുന്നത്. ഈ രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ 11A എന്നു പേരുള്ള ഈ സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത്. ഹവവർ എന്നാൽ വിശ്വാസ് കുമാർ സംഹൗ സർവൈവ്ഡ് ദ ഫാറ്റൽ ആക്സിഡൻറ്റ്. സംഹൗ എന്നാൽ ഒരു വിധത്തിൽ എന്നുള്ള അർത്ഥമാണ്. എങ്ങനെയോ, ഇതൊക്കെയാണ് അർത്ഥം. എങ്ങനെയോ വിശ്വാസ് കുമാർ
ഈ മരണഹേതുകമായിട്ടുള്ള ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഫേറ്റൽ എന്നാൽ മരണഹേതുകമായിട്ടുള്ള, ആക്സിഡൻ്റ് എന്ന് വെച്ചാൽ അപകടം. വെൻ ഐ ഗോട്ടപ്പ്, ഞാൻ എഴുന്നേറ്റപ്പോൾ. ഗെറ്റപ്പ് എന്നാൽ എഴുന്നേൽക്കുക, അതിൻ്റെ പാസ്റ്റാണ് ഗോട്ടപ്പ്. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ഐ ഗോട്ടപ്പ്, ഞാൻ എഴുന്നേറ്റപ്പോൾ. ദർ വേർ ബോഡീസ് ഓൾ അറൗണ്ട് മീ. ഓൾ അറൗണ്ട് മീ എന്നാൽ എനിക്ക് ചുറ്റും എന്നുള്ള അർത്ഥമാണ്. ദർ വേർ എന്നാൽ ഉണ്ടായിരുന്നു, ബോഡീസ് എന്നാൽ മൃതദേഹങ്ങൾ. ഞാൻ എഴുന്നേറ്റ സമയത്ത് എനിക്ക് ചുറ്റും മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. ഐ വാസ് സ്കെയർഡ്, ഞാൻ ഭയപ്പെട്ടു. ഐ സ്റ്റുഡ് അപ്പ് ആൻഡ് റാൻ. സ്റ്റാൻഡപ്പ് എന്നാൽ എഴുന്നേൽക്കുക, അതിൻ്റെ പാസ്റ്റാണ് സ്റ്റുഡ് അപ്പ്. ഐ സ്റ്റുഡ് അപ്പ്, ഞാൻ എഴുന്നേറ്റു. ആൻഡ് റാൻ എന്നിട്ട് ഓടി, ഞാൻ എഴുന്നേറ്റ് ഓടി. ദർ വേർ പീസസ് ഓഫ് ദ പ്ലെയിൻ ഓൾ അറൗണ്ട് മീ. എനിക്ക് ചുറ്റും ആകമാനം വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ, കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. സംവൺ, ഒരാൾ. ഗ്രാബ്ഡ് ഹോൾഡ് ഓഫ് മീ ആൻഡ് പുട്ട് മീ ഇൻ എൻ ആംബുലൻസ് ആൻഡ് ബ്രോട്ട് മീ ടു ദി ഹോസ്പിറ്റൽ. ഏതോ ഒരു വ്യക്തി എന്നെ പിടിച്ച് ആംബുലൻസിലേക്ക് ഇട്ടു, എന്നിട്ട് എന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ബ്രോട്ട് എന്നാൽ കൊണ്ടുവന്നു, ബ്രോട്ട് മീ എന്നാൽ എന്നെ കൊണ്ടുവന്നു. ടു ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലേക്ക്. റിവീൽഡ് വിശ്വാസ് ടു ദ മീഡിയ, ഈ രക്ഷപ്പെട്ട വിശ്വാസ് മീഡിയയോട് വെളിപ്പെടുത്തി. ആൻഡ് അഹമ്മദാബാദ് CP ഗൈനേഷ് സിംഗ് ഓൾസോ കൺഫേംഡ് ദ സെയിം. ഈ അഹമ്മദാബാദ് CP ആയിട്ടുള്ള ഈ ഉദ്യോഗസ്ഥനും ഇതേ കാര്യം സ്ഥിരീകരിച്ചു. വിശ്വാസ് ഹാഡ് ഹിസ് ബോർഡിംഗ് പാസ് വിത്ത് ഹിം. ഈ വിശ്വാസിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ ബോർഡിംഗ് പാസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഹെൽപ്ഡ്, അത് സഹായിച്ചു. ദി ഒഫീഷ്യൽസ്, അത് ഉദ്യോഗസ്ഥരെ സഹായിച്ചു. ടു ഐഡൻറ്റിഫൈ ഹിം, അദ്ദേഹത്തെ തിരിച്ചറിയാൻ ഈ ബോർഡിംഗ് പാസ് അവരെ ഉദ്യോഗസ്ഥരെ സഹായിച്ചു. ഹവവർ, എന്നാൽ ഹീ ഹാഡ് ഇമ്പാക്റ്റ് ഇഞ്ചുറീസ് ടു ഹിസ് ചെസ്റ്റ്, ഐസ് ആൻഡ് ഫീറ്റ്. പക്ഷേ ഈ അപകടത്തിൽ അദ്ദേഹത്തിന് പരിക്കുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെസ്റ്റിനും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്കും അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിനും പരിക്കുകളേറ്റു. ദി ഒഫീഷ്യൽസ് ഓൾസോ റിവീൽഡ്, ഉദ്യോഗസ്ഥർ ഇതുകൂടെ വെളിപ്പെടുത്തി. ദി ഒഫീഷ്യൽസ് ഓൾസോ റിവീൽഡ് ദാറ്റ്, അതുകൂടെ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തി. ദേ കനോട്ട് കൺഫേം ദ ഡെത്ത് ടോൾ. ഡെത്ത് ടോൾ എന്നാൽ മരണസംഖ്യ എന്നുള്ള അർത്ഥമാണ്, മരണനിരക്ക്. എന്നാൽ അവർക്ക് ഇതുവരെ ഈ മരണനിരക്ക് സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. ആൻഡ് ഇറ്റ് വിൽ ടേക്ക് മോർ ടൈം ഫോർ ദം ടു അസസ് ഇറ്റ്. അസസ് എന്നാൽ കണക്കാക്കുക എന്നുള്ള അർത്ഥമാണ്. അവർക്ക് ഈ മരണസംഖ്യ എത്രയുണ്ടെന്ന് കണക്കാക്കാൻ കൂടുതൽ സമയമെടുത്തു വെക്കും. ഇതുവരെയായിട്ട് ഈ മരണസംഖ്യ എത്രയാണെന്ന് സ്ഥിരീകരിക്കാൻ അവർക്ക് ഇതുവരെയായിട്ട് സാധിച്ചിട്ടില്ല എന്നുകൂടി ഉദ്യോഗസ്ഥന്മാർ വെളിപ്പെടുത്തി.